ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വിൻഡോസിൻ്റെ ഒരു ഫീച്ചറിനെ പറ്റിയിട്ടാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിന്റ് സ്ക്രീൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ്. നമുക്ക് വളരെ അത്യാവശ്യമുള്ളതും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഫീച്ചറാണ് പ്രിന്റ് സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിന്റ് സ്ക്രീൻ ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. പ്രിന്റ് സ്ക്രീൻ എങ്ങനെ നമുക്ക് വേറൊരാൾക്ക് ഉപകാരപ്രദമാവുമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് കീബോർഡിൽ ഷോർട്ട് കട്ടാണുള്ളത്. ലാപ്ടോപ്പിൽ ചെറിയൊരു വ്യത്യാസം കാണാം, ഡെസ്ക്ടോപ്പിൽ നമുക്ക് കാണാം. അത് ഇങ്ങനെയാണ് വ്യത്യാസം ഉണ്ടാവുക. ഇതിന് ഷോർട്ട് കട്ട് കീ ആണ് ഉള്ളതെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൽ അധികവും നമുക്ക് വിൻഡോസിന്റെ കീയും PRTSC എന്ന് പറഞ്ഞ ബട്ടണും ജസ്റ്റ് പ്രസ് ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ ലാപ്ടോപ്പിലാണെങ്കിൽ ചിലപ്പം FN എന്ന് പറഞ്ഞ കീയും PRTSC എന്ന് പറഞ്ഞ കീയും ആണ് അവിടെ ഫംഗ്ഷൻ വർക്ക് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് രീതിയിലും നോക്കാം. നമ്മളെ കീബോർഡിൽ ഏതാണ് ഓപ്ഷൻ ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഇത് രണ്ടും ഒരുമിച്ചാണ് പ്രസ് ചെയ്യേണ്ടത്. ഇത് രണ്ടും ഒരുമിച്ച് പ്രസ് ചെയ്താൽ നമുക്ക് ആവശ്യമായ ഏരിയ പ്രിന്റ് സ്ക്രീനായി വരും. ഇത് രണ്ടും നമ്മൾ ഒരുമിച്ച് പ്രസ് ചെയ്യാൻ പോവാണ്. പ്രസ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇത് എവിടെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പെയിന്റ്, അതിൽ ജസ്റ്റ് പെയിന്റ് പോവുക. പെയിന്റ് പോയ ഉടനെ തന്നെ അവിടെ പേസ്റ്റ് ചെയ്യുക. നമുക്ക് കാണാം, നമ്മൾ പ്രിന്റ് സ്ക്രീൻ ബട്ടൺ രണ്ട് കീയും ഒരുമിച്ച് പ്രസ് ചെയ്തപ്പോൾ ഇത്ര ഏരിയ നമുക്ക് സ്ക്രീൻഷോട്ടായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ക്രോപ്പിൽ പോവാം. നമുക്ക് ഇത്ര ഏരിയ മാത്രമേ ആവശ്യമുള്ളൂ. ഇതിനെ നമുക്ക് ക്രോപ്പ് ചെയ്ത് മാറ്റാം. നിങ്ങൾക്ക് പല ആവശ്യങ്ങൾക്കും വേണ്ടി ഇത് ഉപയോഗിക്കാം. അതിനുശേഷം ക്രോപ്പ് ക്ലിക്ക് ചെയ്തു. ഇത്ര ഏരിയ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കി ഏരിയ നമ്മൾ ഒഴിവാക്കി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, സേവ് ചെയ്യാൻ പോവാണ്. സേവ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും ഏത് ഫോർമാറ്റിലാണ് നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ടത്. കാരണം JPG-ലാണോ, PNG-ലാണോ, അല്ലെങ്കിൽ GIF-ലാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോർമാറ്റിലാണോ, ആ ഫോർമാറ്റിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്രയുള്ള ഏരിയനെ, ക്രോപ്പ് ചെയ്തെടുത്ത ഏരിയനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് JPG-ലേക്ക് കൊടുത്തു. അത് ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്യാണ്. ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്തു. ഓക്കെ, ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്തു. ഞാൻ ഇനി ഡെസ്ക്ടോപ്പിൽ പോയി നോക്കുകയാണ്. JPG ഫയലുള്ള ഒരു ഫയലായി ഓപ്പണായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റുള്ളവർക്ക് പെട്ടെന്ന് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് അയച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ ഈ പ്രിന്റ് സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വിൻഡോസിൻ്റെ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.